CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3 തുറക്കും. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ജൂൺ 3 പ്രവേശനോത്സവത്തോടെയാണ് അധ്യയന വർഷത്തിന് തുടക്കമാവുക. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം നിരക്കും വർദ്ധിപ്പിക്കും. ഈ മാസത്തെ ബില്ലിൽ വൈദ്യുതിക്ക് യൂണിറ്റിന് 19 പൈസ സർചാർജ് ഈടാക്കാനാണ് പുതിയ തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. പുതിയ സർക്കുലർ പുറത്തിറക്കി ഗതാഗത വകുപ്പ്. പ്രതിദിന ടെസ്റ്റുകൾ 40 ഉയർത്തുകയും 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവിൽ ഇളവ് വരുത്തിയുമാണ് പുതിയ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്നതിനെ തുടർന്ന് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്ത് കണ്ടത് കാട്ടുപൂച്ചയാണെന്ന നിഗമനത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് റേഷൻ കടകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ചങ്ങരംകുളം ഒതളൂരിൽ 15 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒതളൂർ മുപ്പത്തിൽ പവദാസിന്റെ മകൾ നിവേദിയാണ് മരിച്ചത്. വീടിനകത്ത് ബാത്റൂമിൽ കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ട നിവേദിയെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ചങ്ങരംകുളത്തെ സൺറൈസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കൊടും ചൂടിൽ വെള്ളം കിട്ടാതെ വലയുന്ന യാത്രക്കാർക്കു വേണ്ടി സംസ്ഥാന പാതയിൽ കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പിന് സമീപം വാട്ടർ ഡിസ്പെൻസർ സ്ഥാപിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും തുടർ പ്രവർത്തനങ്ങളുടെ ആസൂത്രണ യോഗവും നടന്നു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കുന്നംകുളം ചേംബർ വനിതാ മെഗാ എക്സ്പോയ്ക്ക് തുടക്കമായി. ചേംബർ പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി പാടത്തിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് 2 പേർക്ക് പരിക്കേറ്റു. പാഴിയോട്ടുമുറി കൊണ്ടപ്പറമ്പിൽ വീട്ടിൽ കരുണ, പാഴിയോട്ടുമുറി പയ്യോളി വീട്ടിൽ ഗൌരി എന്നിവർക്കാണ് പരിക്കേറ്റത്. CPIM കൈപ്പറമ്പ് ലോക്കൽ കമ്മിറ്റിയിലെ പുത്തൂരിൽ പാർട്ടിയുടെ കൊടിക്കാലും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കർഷകരുടെ കണ്ണീരിന് അറുതിയായില്ല. കൊയ്ത്തു കഴിഞ്ഞ ഉപ്പുങ്ങൽ കോൾപ്പാടത്ത് വൈക്കോൽ കെട്ടിക്കിടക്കുന്നു. 4000-ലധികം വൈക്കോൽ കെട്ടുകളാണ് പാടത്തും കർഷകരുടെ വീട്ടുമുറ്റത്തും കൂട്ടിയിട്ടിരിക്കുന്നത്. CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറിയും തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും ദീർഘകാലം എളവള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന PC ജോസഫിന്റെ 21ാമത് ചരമവാർഷിക ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗവും പാറന്നൂർ ജനകീയ വായനശാല സ്ഥാപകാംഗവുമായിരുന്ന PI ചേറുകുട്ടി അനുസ്മരണം ഞായറാഴ്ച നടക്കും. സംസ്ഥാന പാതയിലെ ചങ്ങരംകുളം കോലിക്കരയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കടവല്ലൂർ വട്ടമ്മാവ് സ്വദേശികളായ എഴിക്കോട്ടയിൽ 30 വയസ്സുള്ള ഫാറൂഖ്, 26 വയസ്സുള്ള ഫായിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നയൂർക്കുളം KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അബുദാബിയിൽ കാണാതായ ചാവക്കാട് ഒരുമനയൂർ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരുമനയൂർ കിണറിന് പടിഞ്ഞാറേ വശം കാളത്ത് സലീമിന്റെ മകൻ 28 വയസ്സുള്ള ഷെമിയിലാണ് മരിച്ചത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.